ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ഏഥൻസിലെ ആദ്യകാല നേതാക്കളിൽ വളരെ പ്രസിദ്ധനായിരുന്നു അരിസ്റ്റഡസ്. ഈ മനുഷ്യൻ നീതിമാനും വളരെ യോഗ്യനുമായ പുരുഷനായിരുന്നു. നീതിമാനായി അറിയപ്പെട്ട അദ്ദേഹം ഒടുവിൽ നാടുകടത്തപ്പെട്ടു. എന്തായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ്? നല്ലവനായിരുന്നു എന്നത് തന്നെ. അയാളിലെ നന്മയ്ക്ക് മുമ്പിൽ ലജ്ജിച്ച് തലകുനിക്കേണ്ടി വന്ന തിന്മയുടെ ഏജന്റുമാർ സംഘടിച്ചു. അരിസ്റ്റഡസിനെ നാട് കടത്തിയില്ലെങ്കിൽ തങ്ങൾക്ക് മുഖമുയർത്തി നടക്കാൻ സാധിക്കില്ല എന്നവർ മനസ്സിലാക്കി. അദ്ദേഹത്തെ നാട് കടത്തണമെന്നുള്ളവർ ഒരു കളിമൺ കഷ്ണത്തിൽ അരിസ്റ്റഡസ് എന്നെഴുതി കൊടുക്കണമെന്നതായിരുന്നു വ്യവസ്ഥ. അരിസ്റ്റഡസിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, എഴുത്തറിയാൻ വയ്യാത്ത ഒരുവൻ പേരെഴുതി കിട്ടുവാൻ സമീപിച്ചതാകട്ടെ അദ്ദേഹത്തെ തന്നെ. അരിസ്റ്റഡസ് ആ മനുഷ്യനോട് ചോദിച്ചു, സുഹൃത്തെ, അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യുന്നത് എന്തിന്? അദ്ദേഹം തനിക്ക് വല്ല ദ്രോഹവും ചെയ്തിട്ടുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. ഞാൻ ആ മനുഷ്യനെ അറിയുക പോലുമില്ല. പക്ഷേ എല്ലാവരും അയാൾ നീതിമാനാണ് എന്ന് പറയുന്നത് കേട്ട് ഞാൻ മടുത്തു. ഇത്ര നീതിമാനായ ഒരുവൻ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതം തന്നെ തെറ്റായി എണ്ണുന്ന ലോകത്തിലാണോ നാം ജീവിക്കുന്നത്? ഒരുവൻ നിഷ്പക്ഷനാണെന്ന് കണ്ടാൽ പ്രശ്ന തീരുമാനത്തിന് അയാളെ മധ്യസ്ഥനാക്കാൻ നാം വിസമ്മതിച്ചേക്കും. കാരണം അയാൾ നമുക്ക് അനുകൂലമായി വിധിച്ചേക്കില്ല എന്ന ഭയം കൊണ്ട്. കൂട്ടത്തിൽ ഒരുവൻ സത്യസന്ധനാണെന്ന് കണ്ടാൽ അയാളെ അകറ്റി നിർത്താൻ നാം പണിപ്പെടും. അല്ലാഞ്ഞാൽ ഒത്തുകളിക്ക് തരപ്പെടില്ലല്ലോ. ഒരുവൻ ആദർശനിഷ്ഠനാണെങ്കിൽ നാം പറയും അയാൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവനല്ല എന്ന്. നീതിനിഷ്ഠനും സ്വാർത്ഥരഹിതനുമായ ഒരുവൻ ഔദ്യോഗിക തലത്തിലെത്തിയാൽ അയാളെ തേജോവധം ചെയ്യുവാൻ നാം എത്ര ശ്രമിക്കാറുണ്ട്. പുണ്യാളച്ചൻ, സത്യസന്ധൻ, ആദർശധീരൻ എന്നൊക്കെയുള്ള നിന്ദാസ്തുതികൾ കൊണ്ട് എത്രയെത്ര നല്ല മനുഷ്യരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു. നല്ലതൊന്നും സഹിക്കില്ല, ക്ഷമിക്കില്ല, വളരാൻ അനുവദിക്കില്ല എന്ന നിലവാരത്തിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചിരിക്കുന്നു. സമർത്ഥനുമെന്നാൽ ദുർമാർഗിയുമായിരുന്ന അൽഷീബിഡസ് എന്ന യുവാവും സോക്രട്ടീസും സുഹൃത്തുക്കളായിരുന്നു പോലും. ഒരിക്കൽ ആ ചെറുപ്പക്കാരൻ സോക്രട്ടീസിനോട് പറഞ്ഞു, സോക്രട്ടീസെ, ഞാൻ തന്നെ വെറുക്കുന്നു. കാരണം തന്നെ കാണുമ്പോൾ ഞാൻ എത്ര മോശക്കാരനാണെന്ന ചിന്ത എന്നെ അലട്ടുന്നു. എങ്കിലും അയാൾ സോക്രട്ടീസിനെ തേജോവധം ചെയ്യുവാൻ ഒരിക്കൽ പോലും തുനിഞ്ഞില്ല എന്ന് വായിച്ചിട്ടുണ്ട്. കാരണം അവരുടെ സുഹൃത്ബന്ധം അത്ര ഹൃദ്യമായിരുന്നു. നല്ലവരെ നിന്ദിക്കുക, അവരുടെ ഉദ്ദേശശുദ്ധിയിൽ കളങ്കം ആരോപിക്കുക തുടങ്ങിയവ നമുക്ക് പരിചിതമായിരിക്കുന്നു. ഒരുവൻ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ, ആത്മാർത്ഥതയോടെ വിമർശിക്കുമ്പോൾ, സത്യമെന്ന് തോന്നുന്നത് തുറന്നു പറയുമ്പോൾ നമുക്ക് സഹികെടുന്നു. ഒരു പടി കൂടി കടന്ന് തരപ്പെടുമെങ്കിൽ മറ്റുള്ളവരെ തെറ്റുകാരാക്കാൻ കൂടി നാം തയ്യാറാകുന്നു. വെള്ളം ചേർക്കാതെ പാൽ വിറ്റിരുന്ന ഒരുവനെ തൻ്റെ കച്ചവട ലാഭത്തിനു വേണ്ടി കള്ളനാക്കാൻ പാൽ കൊണ്ടുപോയി കൊടുക്കുന്ന വേലക്കാരന് സമ്മാനം കൊടുത്ത് വെള്ളം ചേർപ്പിച്ചു വന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത് ഒരു സാമ്പിൾ മാത്രം. ഇവിടെ നിന്ന് ഉയർന്ന് ഈ സമൂഹം എവിടം വരെ എത്തിയെന്ന് പറയുക വയ്യ. കെട്ടുപോയ മനസ്സാക്ഷിയുടെ പ്രവർത്തന രീതിയാണിത്. തീർച്ചയായും നാം ഭയപ്പെടേണ്ടതായിരിക്കും. യോഗ്യമല്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മെ ആരും കാണരുതേ എന്ന് പ്രാർത്ഥിക്കും. വൃത്തിയില്ലാത്ത വേഷത്തിലാണെങ്കിൽ നമ്മെ അറിയുന്ന ആരും എതിരെ വരാതെ ഇരിക്കണേ എന്നായിരിക്കും പ്രാർത്ഥന. അരുതാത്തത് പറയുമ്പോൾ നമുക്കിഷ്ടമില്ലാത്ത ആരും അത് കേൾക്കരുതേ എന്ന് ആഗ്രഹിക്കും. കാരണം ഇതൊന്നും ഭംഗിയിൽ ഉള്ളതല്ലെന്ന് നമുക്കറിയാം. നല്ലവരെ കാണുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മ ഉണരുമ്പോൾ നാം എത്ര വിലകെട്ടവരാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നു. വാസ്തവത്തിൽ മറ്റുള്ളവരിൽ നിന്ന് മറയുകയല്ല, കെട്ട പ്രവൃത്തികൾ ഒരിക്കലും ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ഞാനോ കെട്ടുപോയി, മറ്റുള്ളവരെ കൂടി കെടുക്കുക എന്ന ദുഷ്പ്രേരണയ്ക്ക് വഴങ്ങാതെ മറ്റുള്ളവരിലെ നന്മ നമുക്ക് ആത്മപരിശോധനയ്ക്കും ജീവിത നവീകരണത്തിനും പ്രചോദനമായി തീരണം. മത്തായി സുവിശേഷം 20:15 നല്ലവനായ വീട്ടുകാരൻ പിറുവിറുപ്പുകാരനായ തൻ്റെ ജോലിക്കാരോട് ചോദിക്കുന്നൊരു ചോദ്യം
ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? 20:1 തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ച് ആക്കേണ്ടതിന് അധികാലത്ത് പുറപ്പെട്ട ഒരു വീട്ടുടയവനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ആ കാലത്തെ ന്യായമായ കൂലിയായ ഒരു വെള്ളിക്കാശ് നൽകാം എന്ന് സമ്മതിച്ച് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. തുടർന്ന് ചിലർ 9 മണിക്ക് ചന്തസ്ഥലത്ത് പണിയില്ലാതെ നിൽക്കുന്നത് കണ്ടു. അവരെയും ആ വീട്ടുകാരൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ അയച്ചു. ന്യായമായത് കൂലിയായി കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജോലിക്ക് പ്രവേശിച്ചു. മധ്യാഹ്നത്തിലും ഉച്ചകഴിഞ്ഞ് 3 മണിക്കും ചിലരെ 5 മണിക്കും തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. ദിനാന്ത്യത്തിൽ യജമാനൻ തൻ്റെ വേതന വിതരണ ഉദ്യോഗസ്ഥനെ വിളിച്ച് വേലയ്ക്ക് ഒടുവിൽ എത്തിയവർ മുതൽ ആദ്യം എത്തിയവർ എന്ന ക്രമത്തിൽ കൂലി വിതരണം ചെയ്യുവാൻ നിർദ്ദേശിച്ചു. എല്ലാവർക്കും തുല്യവേതനമായി 1 വെള്ളിക്കാശ് വീതം നൽകി. 1 വെള്ളിക്കാശ് വാങ്ങിയിട്ട് ആദ്യം ജോലിക്ക് പ്രവേശിച്ചവർ പിറുപിറുത്തു, ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ. ഈ പിറുപിറുപ്പുകാരോട് വീട്ടുടയവൻ പറഞ്ഞ വാക്കാണ് 15-ാം വാക്യത്തിലുള്ളത്, ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ എന്ന്. ഈ ഭാഗത്ത് കാലത്ത് ജോലിക്ക് വന്ന മുമ്പന്മാരുടെ ഭാഗത്ത് വന്ന പരാജയം എടുത്ത് കാണിക്കുന്നുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, യജമാനൻ തങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നതിന് പകരം പിന്നീട് വന്നവരെ വീക്ഷിക്കുക എന്നതായിരുന്നു അവരുടെ പരാജയം. അവർ എപ്പോൾ വന്നു, എന്തു ജോലി ചെയ്തു, എന്ത് പ്രതിഫലം കിട്ടി, ഈ വക കാര്യങ്ങൾ പരിശോധിച്ച് സമയം കളഞ്ഞു. അവരെ ഏൽപ്പിച്ചത് കൃത്യമായി ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് വേണം ചിന്തിക്കുവാൻ. മറ്റുള്ളവരെ ശോധന ചെയ്യാതെ തന്നെത്താൻ ശോധന ചെയ്യണം എന്നാണല്ലോ വചനം പറയുന്നത്. രണ്ടാമതായി 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മുമ്പന്മാർ അതൃപ്തിയുള്ളവരായി പിറുപിറുക്കുന്നതായി കാണുന്നു. പിറുപിറുക്കരുത് എന്നുള്ളത് ദൈവവചനത്തിലെ വ്യവസ്ഥയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10:10 ഇസ്രായേൽ ജനത്തിന് വന്ന പരാജയം ചൂണ്ടിക്കാട്ടി ഉപദേശിക്കുമ്പോൾ വ്യക്തമായി ഓർപ്പിക്കുന്നത്, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാര്യ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത് എന്നത്രേ. മൂന്നാമതായി 13-14 വാക്യങ്ങളിൽ മുമ്പന്മാർക്ക് പറ്റിയ പരാജയം എടുത്തു കാണിക്കുന്നു. യജമാനൻ മുമ്പന്മാരോട് പറയുന്നത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 പണം പറഞ്ഞൊത്തില്ലയോ? നിൻ്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക. താമസിച്ചു വന്നവർ യജമാനൻ്റെ ഇഷ്ടത്തിന് നിന്നുകൊടുത്തു. അവർ പറഞ്ഞതൊക്കെയും ചെയ്തു. ദൈവം തമ്പുരാനോട് ഏതെങ്കിലും വ്യവസ്ഥ വെച്ച് മുമ്പോട്ട് നീങ്ങുകയല്ല ആവശ്യം. അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവൃത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് നീങ്ങുന്നതാണ് ഉത്തമം. ന്യായത്തേക്കാൾ കൃപയാണല്ലോ നല്ലത്. നാലാമതായി ദൈവത്തിൻ്റെ സർവാധികാരത്തെയാണ് അവർ ചോദ്യം ചെയ്തത്. അത് പാടില്ല. 15-ാം വാക്യത്തിൽ യജമാനൻ ചോദിക്കുന്നുണ്ട്, എനിക്കുള്ളതിനെക്കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലയോ? ഉണ്ട്. അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യുവാൻ സർവ അധികാരവും ഉള്ളവനാണ് ദൈവം. ദൈവത്തിൻ്റെ ഹിതം സദാ യുക്തവും ന്യായവും നീതിപൂർവവുമാണ്. ഈ ഭാഗത്ത് അല്പം അനീതിയില്ലേ എന്ന് തോന്നിപ്പോകാം. എന്നാൽ ദൈവരാജ്യത്തിൽ നാം തികച്ചും വ്യത്യസ്തമായ ഒരു നൂതന മനോഭാവം ആർജിക്കണമെന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ അത്യാഗ്രഹവും മത്സരബുദ്ധിയും ഉപേക്ഷിച്ച് നാം കർത്താവിനെ പോലെ ചിന്തിക്കണം. 16-ാം വാക്യത്തിൽ ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും എന്ന പ്രസ്താവനയോടെ യേശു ഈ ഉപമ ഉപസംഹരിക്കുന്നു. പ്രശംസനീയമായ പ്രവൃത്തികളെന്ന് നാം ഗണിച്ചവ അങ്ങനെ ആയിരുന്നില്ല എന്ന് അവിടുന്ന് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്രസക്തർ ആയിരുന്നതായിരിക്കുന്ന പലരും പല കർമ്മങ്ങളും അത് യോഗ്യമായിരുന്നത് ആയിരുന്നു എന്നും ദൈവം വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു ദിവസം വരും. ആകയാൽ ദൈവാനുരൂപരായി ദൈവാശ്രയബോധത്തിൽ യോഗ്യമായത് ചെയ്ത് യോഗ്യമായി ജീവിപ്പാൻ വേണ്ട കൃപ തന്ന് കർത്താവ്
ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.